മുഖ്യമന്ത്രിയായ ശേഷം വി ഡി സതീശൻ ആദ്യമായി ഡൽഹിയിലെത്തിയത് ഇന്നലെയാണ്. വമ്പിച്ച വരവേൽപ്പാണ് വി ഡിക്ക് രാജ്യതലസ്ഥാനത്ത് ലഭിച്ചത്. അർദ്ധരാത്രി വരെ കാത്തുനിന്ന് നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് വി ഡിയെ സ്വീകരിച്ചത്. കണ്ണേ കരളെ വി ഡി എസ് ഞങ്ങളെയാകെ നയിച്ചവനെ എന്ന മുദ്രാവാക്യം വീണ്ടും ഡൽഹിയിൽ ഇന്നലെ രാത്രിയിൽ അലയടിച്ചു. 2 ആഴ്ച മുൻപ് സമാനമായ രീതിയിൽ വി ഡിക്കായി ഡൽഹിയിൽ മുദ്രാവാക്യം ഉയർന്നിരുന്നു. അന്ന് പക്ഷേ മുഖ്യമന്ത്രി ആയിട്ടില്ല. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി എത്തിയതായിരുന്നു സതീശൻ. NSUI MSF പ്രവർത്തകർ ഉൾപ്പെടെയാണ് അന്ന് തോളിലേറ്റിയും കേക്ക് മുറിച്ചും വിജയാഘോഷം നടത്തിയത്. സതീശന് അന്ന് കിട്ടിയ സ്വീകരണവും മുദ്രാവാക്യം വിളിയും വലിയ വാർത്തയാവുകയും ചെയ്തു. ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഇത്തവണത്തെ ദില്ലി യാത്ര സതീശനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈക്കമാൻഡ് നേതാക്കളെ കാണാനും നന്ദി അറിയിക്കാനുമാണ് വി ഡി എത്തിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി MP, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, വയനാട് MP പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തന്നെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിനുള്ള നന്ദി സതീശൻ അറിയിച്ചു. 2021 സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് സോണിയാഗാന്ധിയാണ്. അന്ന് സോണിയാഗാന്ധിക്ക് കൊടുത്ത വാക്കായിരുന്നു കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന്. ആ വാക്കു പാലിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് സതീശൻ ഇത്തവണ സോണിയയെ കണ്ടത് എന്നതും പ്രധാനമാണ്. ഹൈക്കമാൻഡിൻ്റെ ശക്തമായ നിലപാടാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്നതിൽ തർക്കമില്ല. ഒരു ഘട്ടത്തിൽ വേണുഗോപാൽ സ്വന്തമാക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രി പദം. എന്നാൽ കേരളത്തിലെ ജനവികാരം ഉൾപ്പെടെ കണ്ട ഹൈക്കമാൻഡ് ഒടുവിൽ മാറി ചിന്തിച്ചു. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ നേതാക്കളെ വിളിപ്പിച്ച് സംസ്ഥാനത്തെ സാഹചര്യം മനസ്സിലാക്കി ഒടുവിൽ സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പദത്തിൽ സതീശൻ തിളങ്ങുന്നു എന്നാണ് ഹൈക്കമാൻഡും വിലയിരുത്തുന്നത്. അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ സതീശൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ തനിക്കൊപ്പമുണ്ടായിരുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും സതീശൻ ഡൽഹിയിലെ വീട്ടിലെത്തി കണ്ടു. എന്നാൽ പറഞ്ഞു കേട്ടതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഈ യാത്രയിൽ നടന്നില്ല. വരുന്ന ചൊവ്വാഴ്ച സതീശൻ മോദിയെ കാണുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയെ രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി 10 വർഷങ്ങൾക്ക് ശേഷമാണ് മോദിയെ കാണുന്നത്. കേരളത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളും കേന്ദ്രത്തിൽ നിന്ന് തുടർച്ചയായി നേരിടുന്ന അവഗണനയും ഒക്കെ കൂടിക്കാഴ്ചയിൽ സതീശൻ ഉന്നയിക്കും. ഒപ്പം PM ശ്രീ പോലെ UDF എതിർത്ത പദ്ധതികളോടുള്ള നയവും ചർച്ചയാകും. വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയുള്ള പ്രധാനമന്ത്രിയുടെ അഭിനന്ദന സന്ദേശത്തിൽ കേരളത്തെ ചേർത്തു പിടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് യാഥാർത്ഥ്യമാകുമോ എന്ന് കാത്തിരുന്നു കാണാം. കാരണം കഴിഞ്ഞ 10 വർഷം കേന്ദ്രത്തിൽ നിന്നും കാര്യമായ സഹായങ്ങളൊന്നും കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.